ഹായ്, ഏവർക്കും നമസ്കാരം. നമ്മുടെ എല്ലാവരുടെയും ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരു സർക്കാർ ജോലി സ്വന്തമാക്കുക. അതെന്തുകൊണ്ടായിരിക്കും? അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചു തുടങ്ങി, നമ്മുടെ സ്കൂൾ ലെവലിൽ കഴിഞ്ഞു. അപ്പോൾ സ്കൂൾ ലെവലിൽ നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒരു കാര്യങ്ങളെക്കുറിച്ചും ജോലിയെക്കുറിച്ചോ അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ അതിനുശേഷം വരുന്ന കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും ചിന്തിക്കുന്നില്ല. ഒരു +2 ഒക്കെ കഴിയുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ജീവിതത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ നമുക്കൊരു വരുമാനത്തിനെ കുറിച്ചോ ഒക്കെ ചിന്തിച്ചു തുടങ്ങുന്നത്. പല മേഖലകളുണ്ട് അല്ലേ? ഗവൺമെൻറ് സെക്ടർ ഉണ്ട്, അതുപോലെ പ്രൈവറ്റ് സെക്ടർ ഉണ്ട്. അപ്പോൾ പ്രൈവറ്റ് സെക്ടർ ചിലപ്പോൾ ഗവൺമെൻറ് സെക്ടറിനെക്കാട്ടിലും സാലറി കിട്ടുന്ന ചിലപ്പോൾ പ്രൈവറ്റ് സെക്ടറിലായിരിക്കും. എന്നിരുന്നാലും പ്രൈവറ്റ് സെക്ടറിൽ അതിൻ്റേതായ ലിമിറ്റേഷൻസ് എപ്പോഴും ഉണ്ട് അല്ലേ? നല്ല സാലറി കിട്ടുന്നെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രഷർ ഉണ്ടാവും. ഏത് സമയവും ജോലിയിൽ നിന്ന് നമ്മൾ പുറത്താവും. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ പെർഫോമൻസിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് പോകും എന്നുള്ളൊരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിന് അലട്ടുന്നുണ്ടാവും. നല്ല സാലറി വാങ്ങുന്നുണ്ടെങ്കിലും നല്ല ലെവലിൽ ജീവിക്കുന്നുണ്ടെങ്കിലും എപ്പോഴും വേണോ നമുക്ക് താഴേക്ക് വരാം എന്നുള്ളൊരു ചിന്ത എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു പേടിയുണ്ടാവും. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും എന്തിലേക്ക് പോകുന്നത്? നമ്മുടെ ഒരു സർക്കാർ ജോലി എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അതൊരു നമ്മുടെ എല്ലാവരുടെയും ഒരു ലക്ഷ്യം തന്നെയാണ്, നല്ലൊരു സർക്കാർ സർവീസിൽ എന്ത് ചെയ്യുക, ജോലിയിൽ കയറുക എന്നുള്ളത്. കാരണം നമ്മുടെ ഒരു ജോബ് സെക്യൂരിറ്റി തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമ്മളെ പെട്ടെന്നൊന്നും എന്ത് ചെയ്തില്ല, ആരും ഇറക്കി വിടത്തില്ല കേട്ടോ. നമ്മൾ പെട്ടെന്ന് ഇറക്കി വിടില്ല. കാരണം നമുക്ക് അതിൻ്റെ ഭരണഘടനയിലോ അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു സർവീസ് ചട്ടങ്ങളിലൊക്കെ അനുസരിച്ച് അതിൻ്റേതായിട്ടുള്ള പരിരക്ഷ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് എപ്പോഴും കിട്ടുന്നുണ്ട്. അതുകൂടാതെ പെൻഷനും അതുപോലുള്ള ആനുകൂല്യങ്ങളും എല്ലാം നമുക്ക് എന്താണ് അവൈലബിൾ ആണ്. അപ്പോൾ അത് തന്നെയാണ് ഒരു സർക്കാർ ജോലിയിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സർക്കാർ ജോലി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ എന്താ പറയുക, എല്ലാവരും ആ ഒരു മേഖലയിലേക്ക് തിരിയുന്നതിന് കാരണം അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒത്തിരി തൊഴിലവസരങ്ങൾ പല സർക്കാർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് നമുക്ക് തരുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ കേരളത്തിൽ നമ്മുടെ ജോലി സർക്കാർ മേഖലയിൽ ഇതെല്ലാം ഫില്ല് ചെയ്യുന്നത് നമ്മുടെ കേരള PSC ആണ്. അപ്പോൾ PSC പരീക്ഷ എഴുതി കിടക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. കാരണം നമ്മൾ മാത്രമല്ല പരീക്ഷ എഴുതുന്നത്, നമ്മളെപ്പോലെ ഒത്തിരി ആൾക്കാർ ആ പരീക്ഷയിലേക്ക് വരുന്നുണ്ട്. അതിനനുസരിച്ചുള്ള കോമ്പറ്റീഷൻ അവിടെ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഓവർകം ചെയ്ത് നമുക്ക് എവിടെ വരണം? നമുക്ക് റാങ്ക് ലിസ്റ്റിന് മുന്നിൽ വന്ന് നമുക്ക് ജോലി നേടണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു +2 കഴിഞ്ഞു, ഡിഗ്രിക്ക് പോകുന്ന ആൾക്കാരുണ്ട്, ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസിലേക്ക് തിരിയുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അത് കഴിയുമ്പോൾ ഒരു PG കഴിയുന്നു. PG കഴിഞ്ഞൊരു ടീച്ചിങ് ഫീൽഡ് ആ ഒരു രീതിയിലേക്ക് നെറ്റും സെറ്റൊക്കെ എഴുതി പോകുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ ഇപ്പോൾ PG കഴിഞ്ഞാലും ഡിഗ്രി കഴിഞ്ഞാലും അടുത്ത അവരുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PSC പരീക്ഷ എഴുതി ഒരു സർക്കാർ ജോലിയിലേക്ക് വരിക, അല്ലെങ്കിൽ SSC എഴുതി സെൻട്രൽ ഗവൺമെൻറ് ജോലിയിലേക്ക് പോകുക, റെയിൽവേ എഴുതി റെയിൽവേ ജോലിയിലേക്ക് കയറുക, ബാങ്കിങ് എക്സാം എഴുതി ബാങ്കിങ് മേഖലയിലേക്ക് കയറുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഏത് ഫീൽഡായാലും, സെൻട്രൽ ഗവൺമെൻറ് ഫീൽഡായാലും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഫീൽഡായാലും നമുക്ക് ഒട്ടനവധി ജോലി സാധ്യത ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ആ ഗോളിൽ നമുക്ക് ആ ഒരു ഗോൾ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട്, ലക്ഷ്യം നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ആ ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മുടെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളായ, നമുക്ക് പരീക്ഷ നടത്തുന്ന സ്ഥാപനങ്ങളായ PSC ഉണ്ട്, SSC ഉണ്ട്, അതുപോലെ റെയിൽവേ ഉണ്ട് അല്ലേ, റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡുണ്ട്, ബാങ്ക് ഉണ്ട്. ബാങ്ക് വരുമ്പോഴത്തേക്കും IBPS SBI ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, അതിനകത്ത് പരീക്ഷ നടത്തുന്നത്. ഇൻഷുറൻസ് മേഖലയുണ്ട്, അങ്ങനെ ഇങ്ങനെ വിവിധങ്ങളായ മേഖലകൾ. പിന്നെ ഡിഫൻസ് ഉണ്ട്, ഡിഫൻസ് അങ്ങനെ ഇങ്ങനെ വിവിധങ്ങളായ മേഖലകളിൽ നമുക്ക് എന്താണ് ജോലി സാധ്യതകളുണ്ട്. എന്തായാലും PSCയിലേക്ക് ഇനി നമുക്ക് വരാനിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷനാണ്. SSC ഓരോ വർഷവും, SSC ആയാലും RRB ആയാലും ബാങ്ക് ആയാലും, ഇതെന്താണ് ആനുവലി ഓരോ വർഷവും എന്താണ് പോസ്റ്റുകൾ വിളിക്കുന്നുണ്ട്, പോസ്റ്റുകൾ ഫില്ല് ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത്. അതനുസരിച്ച് തന്നെ ഈ 2024 കാലഘട്ടത്തിൽ SSCയുടെ ഒരു ആനുവൽ കലണ്ടർ അവർ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് തന്നെ എല്ലാ നോട്ടിഫിക്കേഷനും വന്ന് എല്ലാ എക്സാംസും നടന്നിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് റെയിൽവേയും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ NTPCയുടെ നോട്ടിഫിക്കേഷനാണ് നമുക്ക് വന്നിരിക്കുന്നത്. അത് ഗ്രാജുവേറ്റ് ലെവലിൽ കഴിഞ്ഞു, അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ നമുക്ക് നാളെയും കൂടെയാണ്, അതായത് നമ്മുടെ 27-ാം തീയതി കൂടെയാണ് എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ഇനി ഗ്രൂപ്പ് D റെയിൽവേക്കകത്ത് വരാനുണ്ട്. ബാങ്ക് എക്സാംസും അതുപോലെ തന്നെയാണ് ആനുവൽ എല്ലാ വർഷവും വിളിക്കുന്നതാണ്. റെയിൽവേയുടെ അടുത്ത വർഷത്തെ കലണ്ടറും പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഏതൊരു ഡിസംബറൊക്കെ ആകുമ്പോൾ SSCയും പബ്ലിഷ് ചെയ്യും. അതുപോലെ ബാങ്കിങ്ങിൻ്റെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാ വർഷവും നടക്കുന്നുണ്ട്. ഓരോ വർഷവും നമുക്ക് അവസരങ്ങളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ പഠിക്കുക. ഒരു തവണ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കൃത്യമായിട്ടും പഠിക്കേണ്ട രീതിക്ക് പ്ലാൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഏത് പരീക്ഷയ്ക്ക് വേണ്ടിയോ ഏത് പോസ്റ്റിലേക്ക് വേണ്ടിയോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലിയിൽ കയറാൻ പറ്റും. ഈ NTPC എന്നൊക്കെ പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമല്ല. നല്ല സാലറി സ്കെയിൽ നൽകുന്ന, റെയിൽവേയിൽ അത്യാവശ്യം നല്ല പോസ്റ്റിലേക്ക് കയറാൻ പറ്റുന്ന ജോലി തന്നെയാണ്. CGL ഉണ്ട്, SSCയുടെ CGL, സെൻട്രൽ ഗവൺമെൻറ് മിനിസ്ട്രിയിലേക്ക് കയറാൻ വേണ്ടി. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഉണ്ട്, നമ്മുടെ കേരളത്തിൻ്റെ ഭരണചക്രം തിരിക്കാനായിട്ടുള്ള എന്താ പറയുക, നമ്മുടെ സെക്രട്ടേറിയറ്റിൽ ജോലി കിട്ടാനായിട്ടുള്ള, സെക്രട്ടേറിയറ്റ് PSC പോലെയുള്ള സ്ഥാപനങ്ങളിൽ അസിസ്റ്റൻ്റായിട്ട് ജോലി കിട്ടാനുള്ള പരീക്ഷയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിലുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാണ് വേണ്ടത്.
പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഒരു കാര്യവും ഇത് ചെയ്യരുത്. നമ്മളിപ്പോൾ 6 മാസം ഇന്ന് തൊട്ട് നമ്മൾ പഠിക്കാനിരിക്കണമെങ്കിൽ ഇന്ന് തൊട്ട് 6 മാസത്തേക്ക്, അല്ലെങ്കിൽ അത് എന്നാണോ എക്സാം നമ്മൾ എഴുതി കഴിയുന്നത് അതുവരെയും നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക, അതുവരെയും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഒരു നെഗറ്റീവായിട്ടുള്ള തോട്ടിലും വേറെ ഒരു കാര്യത്തിലേക്കും നമ്മൾ എന്ത് ചെയ്തില്ല, തിരിയത്തില്ല. കൃത്യമായിട്ടും പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്തായിരിക്കും, നമുക്ക് ജോലി കിട്ടും. നമുക്ക് മുന്നിൽ പല എക്സാമ്പിൾസ് ഉണ്ട്. നിങ്ങൾ തന്നെ നിങ്ങളുടെ ചേട്ടന്മാർ, ജോലി കിട്ടിയിട്ടുള്ള ചേട്ടന്മാരോടോ അല്ലെങ്കിൽ എന്താ ചെയ്യുക, നിങ്ങളുടെ പരിസരത്തുള്ള ആൾക്കാരോടൊന്നും തിരക്കിയാൽ മതിയാവും. തീർച്ചയായിട്ടും ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കണ്ടെത്തുക, നമ്മൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. നമ്മളങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ ഇരിക്കുമ്പോഴത്തേനും ചിലപ്പോൾ നമുക്ക് നമ്മുടെ സൊസൈറ്റി ആയിട്ടൊക്കെ ചെറിയ രീതിയിൽ ഒരു ഡിസ്കണക്ഷൻ സംഭവിച്ചിരിക്കാം. അപ്പോൾ ആൾക്കാർ പല കാര്യങ്ങളും പറയാം, അവന് എന്താണ് ചിലപ്പോൾ വേറെ എന്തോ പ്രശ്നമുണ്ട്, മെൻ്റൽ ഇഷ്യൂസൊക്കെ ഉണ്ട്, ആയിക്കോട്ടെ, ആൾക്കാരെന്തോ പറയട്ടെ, നമ്മൾ അതിലൊന്നും ചെവി കൊടുക്കണ്ട. കൃത്യമായിട്ടൊരു 6 മാസം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കാരണം നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാർ പെട്ടെന്ന് നമ്മൾ പഠനത്തിലേക്ക് ഇരിക്കുമ്പോൾ നമ്മൾ പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല, നമ്മൾ പൂർണ്ണമായിട്ടും പഠനത്തിലേക്ക് ഇൻവോൾവ് ആവുക ചെയ്യുന്നത് അല്ലേ. അങ്ങനെ ഇൻവോൾവ് ആകുമ്പോഴത്തേക്കും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും പല ഭാഗത്തും. പക്ഷേ നമ്മൾ അതിലൊന്നും ശ്രദ്ധിക്കാൻ പോകാതെ കൃത്യമായിട്ടും ഈ 6 മാസം കഴിഞ്ഞ് ജോലിയിൽ കയറി നിങ്ങളുടെ കയ്യിൽ അഡ്വൈസ് മെമ്മോ വരുമ്പോൾ അതുകൊണ്ട് കാണിക്കുകയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ ചെയ്യേണ്ടത് കേട്ടോ. ആ ഒരു രീതിക്ക് നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ആ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായിട്ടും പഠനത്തിലിരിക്കുമ്പോൾ ഹെൽത്തും കൂടെ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കുക. കാരണം ഹെൽത്ത് ഡൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഒരിക്കലും ഉണ്ടാവാതെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ മുന്നിൽ ഇനിയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇതിപ്പോൾ ഒക്ടോബർ മാസമാണ്, നവംബർ ഡിസംബറിൽ നമുക്ക് സെക്രട്ടറി അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഈ പറഞ്ഞ അടുത്ത ആനുവൽ ഇയർ ആയി അല്ലേ, അടുത്ത നമ്മുടെ SSCയുടെയും RRBയുടെ IBPSന്റെ ബാങ്കിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് വീണ്ടും വരും. അപ്പോൾ ഇപ്പോഴേ നമ്മൾ പഠിച്ചു തുടങ്ങിയാലേ ഈ പറയുന്നത്, കാരണം എന്ന് പറഞ്ഞാൽ ഈ ബാങ്ക് എക്സാംസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഏകദേശം 1 മാസമൊക്കെ നമുക്ക് പഠിക്കാൻ സമയം കിട്ടുള്ളൂ. നോട്ടിഫിക്കേഷൻ വന്ന് 1 മാസത്തിനുള്ളിൽ പരീക്ഷ നടക്കും അല്ലേ. ഈ 1 മാസം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന സിലബസ് ആയിരിക്കില്ല അതിനകത്ത്. അപ്പോൾ അത് നമുക്ക് നേരത്തെ കൂട്ടി പ്രിപ്പയർ ചെയ്താലേ കൃത്യമായിട്ട് ആ ജോലിയിലൊക്കെ കയറാൻ പറ്റത്തുള്ളൂ. എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ദീപാവലി ആയിട്ട് നിങ്ങൾക്ക് അതിനായിട്ടുള്ള അവസരമുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. റെയിൽവേയുടെ എക്സാംസ് ഇപ്പോൾ നമ്മുടെ RRB NTPC ആണ് ഓപ്പൺ ആയിട്ടുള്ളത്. NTPCയുടെ എക്സാംസ് നമുക്ക് ഏകദേശം 2025 ഒരു ഏപ്രിൽ ആ ഒരു സമയത്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിജിറ്റൽ ടെസ്റ്റ് പേപ്പറിൻ്റെ ബുക്ക്, പ്രിന്റഡ് ബുക്ക് അവൈലബിൾ ആണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ആണ് കേട്ടോ, ബുക്ക്ലെറ്റ് ആണ്. അത് ഡിജിറ്റലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം എഴുതാനുള്ള അവസരമുണ്ട്. ഡിജിറ്റലായിട്ട് അതിൻ്റെ അനാലിസിസ് അറിയാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഓൾ ഇന്ത്യ ലെവലിലുള്ള ആൾക്കാരുമായിട്ട് മത്സരിച്ച് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ നിലവാരം ഏത് ലെവലിലാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ GK GSന് വേണ്ടി, അത് SSC ആയിക്കോട്ടെ, അതുപോലെ ബാങ്കിങ് എക്സാം ആയിക്കോട്ടെ, SSC CGLനായാലും CHSനായാലും CPOയ്ക്കായാലും സ്റ്റെനോയ്ക്കായാലും MTS GD, അതുപോലെ RPF NTPC ഗ്രൂപ്പ് D, ടെക്നീഷ്യൻ ALP തുടങ്ങിയ റെയിൽവേ പരീക്ഷകൾക്ക് SSC പരീക്ഷകൾക്കും സ്റ്റാറ്റിക് GK എന്ന് പറയുന്ന ഒരു മേഖല അതെന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ PSCക്കകത്തും അതൊരുണ്ട്, GK സബ്ജക്റ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് NCERT ബുക്സിനെയും കൂടെ റെഫർ ചെയ്ത് കൃത്യമായിട്ടും ആ ഒരു പാറ്റേൺ അനുസരിച്ച് തയ്യാറാക്കിയിരിക്കുന്ന പുസ്തകം GK GSന്റെ പ്രിന്റഡ് ബുക്സ് ആണ് കേട്ടോ. ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിപ്പോൾ പറയാൻ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദീപാവലിയായിട്ട് ഏകദേശം 27% ഏറ്റവും വലിയ ഡിസ്കൗണ്ട് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ നല്ല പഠനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ ചിലപ്പോൾ ഒരു പ്രശ്നമാവത്തില്ല. ഏറ്റവും കുറഞ്ഞ ചിലവിലായിരിക്കും. ഏകദേശം 2000 രൂപയ്ക്കകത്തൊക്കെ തന്നെ നിങ്ങൾക്ക് ഒരു കോഴ്സിനകത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റും. ഒത്തിരി ഫീസൊന്നും കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ട. എക്സ്പെർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സും നല്ല സ്ട്രക്ചേർഡ് ആയിട്ടുള്ള നല്ല മെറ്റീരിയൽസ് വെച്ചുള്ള ക്ലാസ്സസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ 27% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. അതുകൂടാതെ ഡബിൾ വാലിഡിറ്റി, എല്ലാ ലൈവ് ക്ലാസ്സിനും ഡബിൾ വാലിഡിറ്റി നിങ്ങൾക്ക് കയറാൻ പറ്റും. Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് എല്ലാം കിട്ടും. നിലവിൽ കേരള മെഗാ പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കാക്കി ബാച്ച് നമ്മൾ ഇനി വരുന്ന CPO CFO BFO ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ CEO CPOയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ളതും, പിന്നെ റെയിൽവേ എക്സാംസിന് വേണ്ടിയിട്ടും SSCക്ക് വേണ്ടിയിട്ടും ബാങ്കിന് വേണ്ടിയിട്ടും അങ്ങനെ സെക്രട്ടറി അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ കോഴ്സസിനും നിങ്ങൾക്ക് എന്താണ് ഈ പറഞ്ഞ ഓഫർ അവൈലബിൾ ആണ്. ഈ പറഞ്ഞ ഓഫർ അവൈലബിൾ ആവാൻ വേണ്ടി Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഇതെല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടി വരത്തില്ല. എന്ത് ചെയ്യാൻ പറ്റും, ഏകദേശം 340 രൂപയോളം സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏത് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും, നമ്മുടെ മെഗാ പാക്കിലേക്ക്. 4899 വില വരുന്നെങ്കിൽ അത്രയും വരത്തില്ല. ഈ Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുമ്പോൾ 3340 രൂപയ്ക്ക് നിങ്ങൾക്ക് അതിനകത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഈ പറഞ്ഞിരിക്കുന്ന എമൗണ്ടിൻ്റെ ഒന്നും താഴത്തിലായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മെഗാ പാക്കിൻ്റെ കാര്യം തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ ആപ്പോ അല്ലെങ്കിൽ നമ്മുടെ അഡാ 247 വെബ്സൈറ്റോ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അഡാ 247 ആപ്പിൽ പോവുക, ഈ ഓൾ കോഴ്സസ് എന്നുള്ള സെക്ഷൻ എടുക്കുക, സ്റ്റേറ്റ് എക്സാംസിൽ വരിക, അതിൽ കേരള സ്റ്റേറ്റ് എടുക്കുക, കേരള മഹാപാക്ക് എടുക്കുക. ആപ്പാണെങ്കിൽ ഇതേപോലെയാണ് കേട്ടോ. കേരള മഹാപാക്കിൽ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ബൈ നൗ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അവിടെ Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക. Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും 3434 രൂപയ്ക്ക്
3434 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കോഴ്സിലത്തേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. വാലിഡിറ്റിയും കൂടെ നോക്കുക, 1 വർഷമാണ്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കോഴ്സുകളും നമ്മൾ പറഞ്ഞില്ല, ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ട്. അപ്പോൾ എല്ലാ കോഴ്സിനകത്തേക്ക് നമുക്ക് ചിലപ്പോൾ ഓരോ കോഴ്സായിട്ട് എടുത്ത് സ്പെൻഡ് ചെയ്ത് പൈസ സ്പെൻഡ് ചെയ്ത് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന വരുന്നില്ല അല്ലേ? അങ്ങനെ വരുമ്പോഴത്തേക്കും ഒറ്റത്തവണ ഒരു 3400 സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് കോഴ്സസ് നിങ്ങൾക്ക് ഇതിനകത്ത് അവൈലബിൾ ആവും. PSC ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, ബാങ്കിൻ്റെ ആയിക്കോട്ടെ, ഹൈക്കോർട്ട് ആയിക്കോട്ടെ, റെയിൽവേ ആയിക്കോട്ടെ, ഏത് എക്സാംസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതിനകത്ത് അതിൻ്റെ എല്ലാം ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ് കേട്ടോ. വിവിധ കോഴ്സുകൾ, വിവിധ എക്സാംസിൻ്റെ ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ബുക്സ് അവൈലബിൾ ആണ്. ഈ പറഞ്ഞിട്ടുള്ള എല്ലാ എക്സാം കാറ്റഗറിയിൽ വരുന്ന എക്സാംസിൻ്റെ എല്ലാം എന്തായിരിക്കും? ബുക്സ് നിങ്ങൾക്ക് എന്തായിരിക്കും? അവൈലബിൾ ആയിരിക്കും. വീഡിയോ കോഴ്സസ് അവൈലബിൾ ആയിരിക്കും. പിന്നെ എല്ലാത്തിൻ്റെയും ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കിട്ടും കേട്ടോ. ഇപ്പോൾ കേരള റെയിൽവേ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് കണ്ടോ, നമ്മുടെ NTPCയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ബാച്ചാണ്. അപ്പോൾ LTPCയുടെ അത്യാവശ്യം വേണ്ട എല്ലാം കാരണം നമ്മളിവിടെ ചെയ്യുന്ന കോഴ്സസ് എല്ലാം ഇതിനകത്തേക്ക് മാപ്ഡ് ആണ്. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും, എല്ലാ നോട്ടുകളും, അതിൻ്റെ ബുക്സും എല്ലാം നിങ്ങൾക്ക്, ടെസ്റ്റ് സീരീസ് എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മെഗാ പാക്ക് വഴി പർച്ചേസ് ചെയ്യാൻ പറ്റും. 3434 രൂപയേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ NTPCക്കാണ് ജോയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ സെക്രട്ടറി ടെസ്റ്റിനാണ് ജോയിൻ ചെയ്യുന്നത്. ജസ്റ്റ് എന്ത് ചെയ്യുക? കേരള ഓൾ കോഴ്സസ് എടുക്കുക, സ്റ്റേറ്റ് എക്സാംസിന് വരിക, കേരള സ്റ്റേറ്റ് വരിക, കേരള PSC എടുക്കുക. കേരള PSC എടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, ഈ വ്യൂ ഓൾ എന്നുള്ള സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവിടുത്തെ ബാച്ചസ് അവൈലബിൾ ആണ്. സെക്രട്ടേറിയറ്റിൻ്റെ ബാച്ച് അവൈലബിൾ ആട്ടോ. സെക്രട്ടേറിയറ്റിൻ്റെ ബാച്ച്, അതുപോലെ 18 നവംബറിന് അതിൻ്റെ ബാച്ച് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഡബിൾ വാലിഡിറ്റി ഉണ്ട്. 2099 രൂപയാണ് കാണിക്കുന്നതെങ്കിലും അത്രയും സ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ല. Y907 എന്നുള്ള കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്താൽ മതി. 2043 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനകത്ത് 27% ഓഫറാണ്. 27% ഓഫറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനകത്തേക്ക് 1 വർഷത്തേക്ക് ആക്സസ് കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾക്ക് റെയിൽവേയുടെ കോഴ്സ് വേണം. റെയിൽവേയുടെ കോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ കേരള റെയിൽവേ വരിക. കേരള റെയിൽവേയിൽ നമ്മുടെ NTPCയുടെ ബാച്ച് അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ ഒരു ബാച്ചിൽ ഇപ്പോൾ ജോയിൻ ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഞാൻ നേരത്തെ ആദ്യം കാണിച്ച ബുക്കില്ലേ, ആ ഒരു ഡിജിറ്റൽ ടെസ്റ്റ് പേപ്പറിൻ്റെ ബുക്കും കൂടെ ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. അത് പ്രിൻ്റഡ് ബുക്കാണ്. ബുക്ക് നിങ്ങളുടെ കയ്യിലെത്തും കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത്രയും എമൗണ്ട് നിങ്ങൾക്ക് അതിനകത്ത് സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റേറ്റ് എക്സാംസ് കേരള വരിക, കേരള റെയിൽവേ. ഞാനത് വീണ്ടും എടുക്കുന്ന പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ജോയിൻഡ് ആയതുകൊണ്ട് ഞാൻ ആ കോഴ്സിലേക്ക് ഡയറക്റ്റ് കയറിപ്പോകും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ബൈ നൗ ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേനും Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക. Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുമ്പോൾ 2140 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ആ ബുക്ക് ഈ കോഴ്സ് ജോയിൻ ചെയ്താൽ ആ ബുക്ക് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. ഇനി ആ ബുക്ക് മാത്രം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രൊവിഷനുണ്ട്. ബുക്ക് മാത്രമായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇതേപോലെ കേരള റെയിൽവേയിൽ പോയതിന് ശേഷം ഏറ്റവും താഴത്തെ സെക്ഷനിൽ പോവുക. ഏറ്റവും താഴത്തെ സെക്ഷനിൽ പ്രിൻ്റഡ് ബുക്സ് ആണ്. അതിനകത്ത് കണ്ടോ, ആ ബുക്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. 300 രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. Y907 ബുക്കും ടെസ്റ്റ് സീരീസ് ഒക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ കൂപ്പൺ കോഡിൻ്റെ കൂട്ടത്തിൽ ഒരു എസ്സും കൂടെ ചേർക്കുക കേട്ടോ. Y907S എന്നുള്ള കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 249 രൂപയ്ക്ക് ആ കോഴ്സിലേക്ക് ആ ബുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യട്ടെ. നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. ഇപ്പോൾ നല്ല അവസരമാണ്. ഇപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദീപാവലി ആശംസിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ ദീപാവലി സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയും നല്ല ഓഫർ നിങ്ങൾക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ആ ഓഫർ യൂസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം പഠിക്കുക. ഓക്കെ, പഠിച്ച് അടുത്ത വർഷം ഈ വരുന്ന മാസങ്ങളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നല്ലൊരു ജോലിയിൽ കയറുക കേട്ടോ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു ഓൾ.